ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമ്മുടെ 11ാമത്തെ ദിവസത്തെ ചാലഞ്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഡെയിലി, മന്ത്ലി, ഇയർലി ടാർഗറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്നൊരു പ്രിപ്പറേഷൻ തന്നെ ഇതിനുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ നമ്മൾ എങ്ങനെയാണ് ഒന്ന് പ്ലാൻ ചെയ്യുന്നത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? അപ്പം ഒന്ന് ആലോചിക്കുക, നമുക്ക് ഒരു വർഷത്തെ ഒരു പ്ലാൻ ഉണ്ട്. ഒരു വർഷത്തെ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുക, പ്രിലിമിനറി എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്ലാനിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യണം. ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഓരോ സബ്ജക്ട്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടി വരും. ആ സബ്ജക്ട്സിനെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടി വരും. ആ ചാപ്റ്റേഴ്സിനെ നമുക്ക് ഓരോരോ ടോപ്പിക്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടി വരും. അതേപോലെ ന്യൂസ് പേപ്പറിലേക്ക് പോവുകയാണെങ്കിൽ, കറണ്ട് അഫയേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ മന്ത്ലി ന്യൂസ് പേപ്പേഴ്സ്, അതിൽ തന്നെ ടോപ്പിക്സ്, ഡെയിലി ന്യൂസ് പേപ്പേഴ്സ്, അങ്ങനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നിടത്താണ് ഇതിൻ്റെ ഒരു പ്ലാൻ വർക്കാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വർഷത്തെ ഒരു പ്ലാൻ ഉണ്ട്, അതിനെ നമ്മളൊരു മന്ത്ലി പ്ലാനാക്കി മാറ്റുക. മന്ത്ലി പ്ലാൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പോളിറ്റി എടുക്കുകയാണ്. ഇന്ത്യൻ പോളിറ്റിയിൽ ഏകദേശം ഒരു 10 ചാപ്റ്റേഴ്സ് ഞാൻ പഠിക്കാൻ പോവുകയാണ് എന്ന് വിചാരിക്കുക. അതിലൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിയൻ ആൻഡ് ടെറിട്ടറി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം ആ ചാപ്റ്ററിനെ ഞാൻ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ എത്ര MCQs ഞാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എത്ര പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ നമ്മളുടെ ആ ഒരു പ്ലാനിങ് പ്രോപ്പർ ആണെന്നുള്ള കാര്യം. സോ ഈ ഒരു പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ ഈ പഠിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടല്ല കാര്യം വരുന്നത്. നമ്മുടെ കാര്യം എപ്പോഴും നമ്മൾ എത്രത്തോളം പ്ലാൻഡായിട്ടാണ് നമ്മളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനനുസരിച്ചാണ് നമ്മുടെ റിസൾട്ട് ഉറപ്പായിട്ടും ഇരിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നമ്മളുടെ പ്ലാനിങ് പ്രോപ്പറായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ടെക്നിക്ക് പറയാം. സ്മാർട്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു റൂളിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കിൻ്റെ പേര്. അപ്പോൾ സ്മാർട്ട് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്, S ഫോർ സ്പെസിഫിക്. അപ്പം നിങ്ങളുടെ ഗോള് സ്പെസിഫിക്കും ക്ലിയറും ആയിരിക്കണം. വളരെ ക്ലിയർ ആയിട്ടുള്ള ഗോളായിരിക്കണം. അത് നമുക്കറിയാൻ പറ്റണം. ഓക്കെ, എന്താണ് ആ ഗോൾ, എന്താണ് നിങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്, ആ ഒരു ടാർഗറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിരിക്കണം. അടുത്തത് M എന്ന് പറയുന്നത് മെഷറബിൾ ആണ്. അപ്പം നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇത്ര ടോപ്പിക്സ് ഞാൻ പഠിച്ചു തീർത്തു എന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അടുത്തത് അച്ചീവബിൾ ആണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും കാലിബർ നമുക്കറിയാം. അപ്പം നമുക്ക് ഇന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവും. അതിനപ്പുറത്തൊരു ടോപ്പിക്ക് നിങ്ങൾ സെറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതാണ് പറയുന്നത് അച്ചീവബിൾ ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പം അച്ചീവബിൾ ആയിട്ടുള്ള ടാർഗറ്റ്സുകൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. അതേപോലെ റെലവൻ്റ് ആയിരിക്കണം. ഇപ്പോൾ നമുക്കറിയാം സിലബസിനെ ബേസ് ചെയ്താണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് മുന്നിൽ ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പം AI കാലമാണ്, അതേപോലെ തന്നെ ഇൻ്റർനെറ്റിൽ അത്രമാത്രം ഇൻഫർമേഷൻ റിസോഴ്സസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ വായിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് മനസ്സിൽ സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെലവൻ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ടൈം ബൗണ്ട് ആയിരിക്കണം. അപ്പം നമ്മൾ ഈ സെറ്റ് ചെയ്യുന്നതിന് കൃത്യമായിട്ട് ടൈം ഉണ്ടായിരിക്കണം. ഇത്ര സമയം കൊണ്ട് ഇത്ര കാര്യങ്ങൾ പഠിച്ചു തീർക്കും, ഇത്ര സമയം കൊണ്ട് ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കും എന്നുള്ളൊരു ധാരണയും നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങളുടെ ഓരോ ദിവസത്തെയും മന്ത്ലിയിലെയും വീക്കിലിയിലെയും ഒക്കെ ടാർഗറ്റ്സ് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ടും അല്ലെങ്കിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടും പഠിക്കാനായിട്ട് സാധിക്കും. ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങളെ ഉറപ്പായിട്ടും വിജയത്തിലേക്ക് എത്തിക്കുന്നതാണ്.